സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെയും പ്ലാമ്പാനി പിതാവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഉണ്ടായ തീരുമാനങ്ങൾ സർക്കുലറായി ഈ ഞായറാഴ്ച 29/6/2025 എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നാണ് നിയമം. ഇത് സീറോ മലബാർ സഭയിൽ വളരെ ആശ്വാസകരമായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കമെന്ന് പറയുന്നത് സാമ്പത്തിക ക്രമക്കേടിൻ്റെ തർക്കമായി അവതരിപ്പിക്കാറുണ്ട്. ചിലർ ഈഗോ പ്രശ്നമായിട്ട് വൈദികരുടെ അഹങ്കാരമായിട്ടുമെല്ലാം അവതരിപ്പിക്കാറുണ്ട്. മറ്റു ചിലർ അനുസരണക്കേടിൻ്റെ വിഷയമായി അവതരിപ്പിക്കാറുണ്ട്. വേറെ ചിലർ തെക്കും വടക്കും തമ്മിലുള്ള യുദ്ധമായി ഇതിനെ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ ആത്മീയമായ കണ്ണിലൂടെ നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലെക്കെതിരെ വന്ന തിന്മയുടെ ശക്തിയുടെ, അതായത് ബ്ലാക്ക് മാസുകാരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ആത്മീയ ച്യുതിയുടെ ഭാഗമായിട്ടുണ്ടായ വിഷയമായിട്ടും കാണുന്ന ആളുകളുണ്ട്. എന്നാൽ ചരിത്ര വസ്തുതകളിലൂടെ പരിശോധിച്ചു പോകുമ്പോൾ ഈ ഒരു വസ്തുത നാം തിരിച്ചറിയുന്നത് വലിയൊരു സംസ്കാര സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വസ്തുത അൾത്താരാഭിമുഖം ജനാഭിമുഖം എന്ന രീതിയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തർക്കം രൂപപ്പെടാനുള്ള കാരണമെന്ന് പരിശോധിച്ചാൽ നമ്മളതിനെ കാലഘട്ടത്തിന് പിറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. 4 നൂറ്റാണ്ട് മുമ്പുള്ളൊരു വിഷയമാണ് ഇതിൻ്റെ യഥാർത്ഥമായ അടിസ്ഥാന കാരണം. മാർത്തോമാ നസ്രാനികൾ ഒരുമിച്ച് നിന്ന കാലഘട്ടത്തിലെ അവസാനത്തെ സുറിയാനി മെത്രാനായ മാർ അബ്രാഹാം തിരുമേനി മരിച്ചപ്പോൾ മറ്റൊരു മെത്രാനെ ലഭിക്കാതെയായപ്പോൾ ഗോവയിലെ ലാറ്റിൻ സഭയുടെ മെനസിസ് പിതാവുമായി ബന്ധപ്പെടുകയും അങ്ങനെ 1599 ഉദയംപേരൂർ സൂനകദോസ് കൂടുകയും ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്കമാലി അതിരൂപതയെ തരം താഴ്ത്തുകയും ഗോവയുടെ കീഴിലുള്ള ഒരു രൂപതയാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല കുറേയധികം ലാറ്റിനൈസേഷൻ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം സുറിയാനി സഭ എന്ന് പറയുന്നത്, മാർത്തോമാ നസ്രാനികൾ എന്ന് പറയുന്നത് നെസ്തോറിയൻ സഭയുടെ ഭാഗമായിട്ടാണ് കരുതിയിരുന്നത്. പോർച്ചുഗീസുകാർ മാർപ്പാപ്പയിൽ നിന്ന് വാങ്ങിയ പാതിരുവോധ അധികാരം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ എവിടെ പോയി സഭ സ്ഥാപിക്കുന്നുവോ അവിടെയുള്ള മെത്രാനെ വാഴിക്കാനുള്ള അധികാരം പോർച്ചുഗീസുകാർക്കാണ്. മാർപ്പാപ്പ അതിന് അംഗീകാരം നൽകിക്കൊള്ളണം എന്നുള്ള പാതിരുവാദ അധികാരം അവർക്കുണ്ടായിരുന്നു. ആ അധികാരം ഉപയോഗിച്ച് പാതിരിമാരുടെ ഭരണം നടത്തുവാൻ അവർ തീരുമാനിക്കുകയാണ്. മാർത്തോമാ നസ്രാനികളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായി വളരെയധികം വ്യത്യാസമുള്ളൊരു ക്രമത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മാർത്തോമാ നസ്രാനികളുടെ പള്ളികളിൽ കുരിശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലാറ്റിനൈസേഷൻ്റെ ഭാഗമായി കുരിശിൻ്റെ കൂടെ മറ്റ് രൂപങ്ങൾ, തിരുസ്വരൂപങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. മാർത്തോമാ നസ്രാനികളെ സംബന്ധിച്ചിടത്തോളം മാമോദിസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പൈതൃകമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലാറ്റിനൈസേഷൻ്റെ ഭാഗമായി ആദ്യ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തി അല്ലെങ്കിൽ 10 വയസ്സിലൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. മാമോദിസ മാത്രമേ ആദ്യകാലയിൽ കൊടുത്തിരുന്നുള്ളൂ. ഇങ്ങനെ ആരാധന ക്രമത്തിലും ഇങ്ങനെ സാംസ്കാരികമായ വ്യത്യാസങ്ങളും രൂപപ്പെടുത്തുകയുണ്ടായി. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് മാർത്തോമാ നസ്രാനികൾക്ക് വളരെയധികം താല്പര്യക്കുറവുണ്ടായിരുന്നു, തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഭാഗമായി കുറേയധികം നന്മവശങ്ങളുണ്ടായി. കാരണം ജാതകം നോക്കരുത്, ജ്യോതിഷം നോക്കരുത്, നൃത്തം ചെയ്യരുത്, പാട്ടുപാടരുത് എന്നുള്ള നിയമങ്ങളൊക്കെ ഉദയംപേരൂർ സൂനകദോസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ പരദേവതകളെ പൂജിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെ പല വിധത്തിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാർത്തോമാ നസ്രാനികളുടെ അരികിലേക്ക് വാസ്കോഡിഗാമ കടന്നു വന്നിട്ട് മാതാവിൻ്റെ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലേക്കാണ് അവർ കൊണ്ടുപോയതെന്ന ചരിത്രം പറയുന്നത്.
അപ്പം ഇങ്ങനെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലായിരുന്നൊരു സമൂഹമായിരുന്നു മാർത്തോമ നസ്രാണികൾ എന്ന് കരുതിക്കൊണ്ടാണ് ഉദയംപേരൂർ സൂനോസിൽ നടന്ന വലിയൊരു നിയമങ്ങളുടെ കുത്തൊഴുക്ക്. ശരിക്കും ഈ പോർച്ചുഗീസുകാരുടെ ഭരണത്തിന് കീഴിൽ പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു സുറിയാനി കത്തോലിക്കർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാർത്തോമ നസ്രാണികൾ അവർക്കെതിരെ ആദ്യമായി നടത്തിയ ഒരു പ്രക്ഷോഭം എന്ന് പറഞ്ഞ ചരിത്രത്തിൽ കാണാം 1653 കൂനം കുരിശ് സത്യം. അബ്ദീശോ മെത്രാനെ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും എന്നാൽ അബ്ദീശോ മെത്രാനെ പോർച്ചുഗീസുകാർ ഗോവയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കടലിലേക്ക് വലിച്ചെറിയുകയും അതിനെ പ്രതി സന്തതിയുള്ളിടത്തോളം കാലം സമ്പാളൂർ പാതിരിയുമായി യാതൊരു ബന്ധമുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂനം കുരിശിൽ ആലാത്ത് കെട്ടിക്കൊണ്ട് ക്രിസ്ത്യാനികൾ മാർത്തോമ നസ്രാണികളെടുത്ത പ്രതിജ്ഞയുടെ ഭാഗമായി സഭാ ചരിത്രത്തിലെ ഒരു പ്രത്യേകത ഉണ്ടായി. പാതിർവാദ ഭരണം അവിടെ വെച്ച് നിർത്തുവാനായി മാർപ്പാപ്പ തീരുമാനിച്ചു. സഭയിൽ നിന്ന് വലിയൊരു ഭിന്നിപ്പുണ്ടായി. കേരള കത്തോലിക്ക സഭയിലെ മാർത്തോമ നസ്രാണികൾക്കിടയിലെ വലിയൊരു ഭിന്നിപ്പുണ്ടാവുകയും സമ്പാളൂർ പാതിരിയുമായി യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആ സമൂഹത്തിലെ 4 ഗണമായി അവർ തിരിയുകയും ചെയ്തു. പാതിർവാദ ഭരണം മാറ്റി പ്രൊപ്പഗന്ത ഭരണം മാർപ്പാപ്പ കേരള സഭയ്ക്ക് വേണ്ടി അനുവദിക്കുകയാണ്. അതിനുവേണ്ടി ജോസഫ് സെബസ്റ്റ്യാനി എന്ന വൈദികൻ ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും ഇവിടെയുള്ള ദേവാലയങ്ങളിൽ കടന്നു ചെന്ന് മാർപ്പാപ്പയോടൊപ്പം ആയിരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ 34ഓളം ഇടവകകളിലെ 29ഓളം ഇടവകകൾ ജോസഫ് സെബാസ്റ്റ്യാനി വൈദികൻ്റെയും ചാണ്ടിപ്പറമ്പിൽ വൈദികൻ്റെയും കൂടെ മാറി നിൽക്കുകയും തോമ വൈദികൻ്റെ കീഴിൽ അല്ലെങ്കിൽ തോമ ആർച്ച് ഡീക്കൻ്റെ കീഴിൽ മറ്റൊരു സമൂഹം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ സഭയിൽ 2 ഭാഗമായി തിരിയുകയാണ് ആദ്യമുണ്ടായത്. പിന്നീട് മാർത്തോമ നസ്രാണികൾക്കിടയിലെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന ലാറ്റിൻ പിതാവിന് കീഴിലുള്ള മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനികൾ അങ്ങനൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കേരള സഭ 4ആയി തിരിഞ്ഞു. ഒന്ന് ലാറ്റിൻ വിഭാഗം, 2 സുറിയാനി ക്രിസ്ത്യാനികളുടെ വിഭാഗം, മാർത്തോമ നസ്രാണികളുടെ വിഭാഗം, മൂന്നാമത്തത് പ്രൊപ്പഗന്ത ഭരണത്തിന് കീഴിൽ പോകാതിരുന്ന തോമായുടെ നേതൃത്വത്തിലുള്ള മാർത്തോമ നസ്രാണികളുടെ വിഭാഗം. ഇന്നത്തെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് അവിടെ നിന്നാണ് കടന്നു വരുന്നത്. 4മതൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതാണ് ലാറ്റിനൈസേഷൻ ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന മാർത്തോമ സുറിയാനി നസ്രാണികളുടെ ഒരു വിഭാഗം. ഇങ്ങനെയുള്ളൊരു 4 വിഭാഗങ്ങളായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുണ്ടാകുമ്പോൾ പല പാതിരിമാരെയും, ഇപ്പോൾ പോർച്ചുഗീസുകാരൊന്നുമല്ല, പക്ഷേ സമ്പാളൂർ പഠിച്ചിട്ട് ആണെങ്കിൽ ആ മിഷണറിമാരെ അംഗീകരിക്കുവാൻ തെക്കുള്ള സഭ മാർത്തോമ നസ്രാണികൾ ഒട്ടും തന്നെ സമ്മതിച്ചിരുന്നില്ല. പല പാതിരിമാരും അവർ ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാൻ കടന്നു വരുമ്പോൾ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാതെ മടക്കി വിടുന്ന തരത്തിലായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ കോട്ടയം ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ എറണാകുളം, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ മേഖലകളിലൊക്കെ അവരെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലുള്ള ക്രിസ്ത്യാനികളായിരുന്നു ഉണ്ടായിരുന്നത്. പാതിരിമാരെ സ്വീകരിച്ചിരുന്ന ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ഉദയംപേരൂർ സൂനദോസിൻ്റെ സ്വാധീനത്തിലുള്ള പ്രബോധനങ്ങൾ ഇവർക്കിടയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഈ തൃശ്ശൂർ മേഖലകളിലുള്ള ദേവാലയങ്ങളിൽ നമുക്ക് തിരശ്ശീല കാണാൻ സാധിക്കില്ല. എന്നാൽ കോട്ടയം മേഖലകളിലുള്ള ദേവാലയങ്ങളിൽ തിരശ്ശീല കാണാൻ സാധിക്കും. സുറിയാനി കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമായിരുന്നു തിരശ്ശീല എന്നത്. എന്നാൽ ഈ ഒരു കൊടുങ്ങല്ലൂരിൻ്റെ സ്വാധീനം, കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലാറ്റിൻ മെത്രന്മാരുടെ സ്വാധീനം സഭയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ജപമാല, നിത്യസഹായ മാതാവിനുള്ള പ്രാർത്ഥന, വെന്തിങ്ങ, ഇങ്ങനെയുള്ള തിരശ്ശീലയില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് തൃശ്ശൂർ, എറണാകുളം രൂപതകളൊക്കെ മാറുകയാണ് ഉണ്ടായത്. ഇതാണ് സുറിയാനി കൾച്ചറിൽ അല്ലെങ്കിൽ മാർത്തോമ നസ്രാണികൾക്കിടയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ സുറിയാനി പൈതൃകം വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹത്താൽ 1886 മലബാർ അപ്പസ്തോലേറ്റിലെ 2 വികാരിയത്തുകൾ, തൃശ്ശൂർ, കോട്ടയം വികാരിയത്തുകൾ ഉണ്ടാവുകയും അങ്ങനെ 2 രീതിയിലുള്ള കൾച്ചറിൽ രൂപപ്പെടുകയും ചെയ്യുകയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഇതിനൊന്നിപ്പിച്ചുകൊണ്ട് 1923 സീറോ മലബാർ സഭ രൂപം കൊണ്ടു. സീറോ മലബാർ സഭ രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ കോട്ടയം ഏരിയയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളും തൃശ്ശൂർ ഏരിയയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളും അവർ 2 പേരും പൈതൃകത്തിൽ സുറിയാനിക്കാരാണെങ്കിലും അവരുടെ
പ്രാർത്ഥനാ രീതികളിലെ പ്രത്യേകിച്ച് എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട മേഖലകളിലെല്ലാം ലാറ്റിനൈസേഷൻ്റെ വലിയൊരു സ്വാധീനം കാണുമായിരുന്നു. എന്നാൽ കോട്ടയം ഏരിയയിലുള്ള ചങ്ങനാശ്ശേരി മേഖലയിലുള്ളവർക്കെല്ലാം സുറിയാനി പൈതൃകത്തിൻ്റെ വലിയൊരു സ്വാധീനവും കാണാൻ സാധിക്കും. നമുക്ക് ഇന്നും ആ ദേവാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാം, പ്രത്യേകമായി കാണാം. പ്രത്യേകിച്ച് മാർത്തോമാ സ്ലീവ വയ്ക്കുന്നിടത്ത്, തിരശ്ശീലയുള്ളിടത്തും രൂപങ്ങളുടെ കാര്യങ്ങളിലും സുറിയാനി വാക്കുകളുടെ പ്രയോഗം, സുറിയാനി ഭാഷയുടെ പ്രയോഗം, ഇതിലൊക്കെ നമുക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കും. അങ്ങനെ 1923 ഇവർ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സെമിനാരികളിലുള്ള ഈ 2 തരത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള പ്രബോധനങ്ങളായിരുന്നു, അല്ലെങ്കിൽ ദേവ്യാസ്ത്രപരമായ രീതിയിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ലാറ്റിനൈസേഷൻ ആയിട്ടുള്ള ഈ തൃശ്ശൂർ, എറണാകുളം, അങ്കമാലി രൂപതകളും കോട്ടയം രൂപതകളും തമ്മിൽ സെമിനാരികളിൽ പോലും ഈ പ്രബോധനത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചരിത്രം കൊണ്ടുപോകുമ്പോൾ ഈ സീറോ മലബാർ സഭയുടെ പൈതൃകം വീണ്ടെടുക്കണമെങ്കിൽ സുറിയാനി പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ 2 സമൂഹം ഒന്നിച്ചൊരൊറ്റക്കെട്ടായി നിൽക്കേണ്ടതും അത്യാവശ്യമാണ്. കിഴക്കൻ സഭയുടെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന മാർപ്പാപ്പന്മാർ, വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് തന്നെ അന്നുണ്ടായിരുന്ന മാർപ്പാപ്പന്മാർ വളരെ വ്യക്തമായി ഈ ഒരു ഐക്യത്തെ പറ്റി ആവശ്യപ്പെടുകയും ഒരു കിഴക്കൻ സഭ റീത്ത് എന്ന നിലയിൽ സീറോ മലബാർ സഭ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നുള്ള സിനഡ് കൂടി ഇതെല്ലാം പഴയ പൈതൃകങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, എന്തായിരുന്നു സുറിയാനി സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത് അത് സീറോ മലബാർ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളിയിലേക്ക് സഭ മുന്നോട്ട് പോയത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ലാറ്റിനൈസേഷനിലേക്ക് കൂടുതലായി കടന്നു എന്ന ഈ രൂപതകൾ ഇത് ഉൾക്കൊള്ളുവാനുള്ള പ്രയാസം വളരെയധികമായിരുന്നു. എങ്കിലും പല കാര്യങ്ങളും സ്വീകരിക്കുവാൻ ഇന്നുവരെയുള്ള ഈ 100 വർഷത്തെ ചരിത്രത്തിലെ സീറോ മലബാർ സഭയ്ക്ക് സാധിച്ചു. ഉദാഹരണത്തിന് മാമോദീസായും സ്ഥൈര്യലേപനും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് കൊടുക്കാനുള്ള തീരുമാനം, വിശുദ്ധ കുർബാനയിലുള്ള തിയോഡർ, നെസ്തോറിയൻ, അനഫോറകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനം, ഇങ്ങനെ കുറേയധികം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. ഈ ഐക്യത്തിന് കാരണമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുള്ളിലുള്ള ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭിന്നത ഉടലെടുക്കുന്നത്. അത് അധികാരത്തിന് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഇത് പദവിയുടെയോ അധികാര തർക്കത്തിൻ്റെയോ അല്ല, പ്രത്യേകമായി സെമിനാരികളിലുള്ള അല്ലെങ്കിൽ 2 സംസ്കാരങ്ങൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കേണ്ട ആ ഒരു ഉൾച്ചേരലിലുണ്ടായൊരു ഭിന്നതയാണ് കുർബാന തർക്കം എന്ന രീതിയിൽ പുറത്തേക്ക് കടന്നു വന്നത്. ഈ പറയുന്ന ചരിത്ര പശ്ചാത്തലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നുള്ള അത്ഭുതകരമായ കാര്യമാണ്. കാരണം ലാറ്റിനൈസേഷൻ്റെ ഭാഗമൊന്നുമല്ല അൾത്താരാഭിമുഖ കുർബാന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്നത്. കാരണം 1962 വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുന്നതിന് മുമ്പ് വരെ എല്ലാ റീത്തുകളിലും എല്ലാ സഭകളിലും അൾത്താർ അഭിമുഖ കുർബാനയായിരുന്നു. വത്തിക്കാൻ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരമാണ് പ്രത്യേകമായി ബലിയല്ല വിരുന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ബലിയേക്കാൾ വിരുന്നിന് കൂടുതൽ പ്രാധാന്യം വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ജനാഭിമുഖ കുർബാന എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിനു മുമ്പ് വരെ ലാറ്റിൻ സഭയിലും അൾത്താർ അഭിമുഖ കുർബാനയായിരുന്നു. ഇന്ന് മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ അമേരിക്കയിൽ ഒരു കർദിനാൾ കൊടുത്തൊരു കത്തുണ്ട്, പരിഗണനയ്ക്ക് വേണ്ടിയുള്ള കത്താണത്. ലാറ്റിൻ സഭയിൽ 1960-കൾക്ക് മുമ്പുള്ളതുപോലെ അൾത്താർ അഭിമുഖ കുർബാന കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അമേരിക്കയിലെ കർദിനാൾ മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ വെച്ചത്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ അമേരിക്കക്കാരനും കൂടിയാണ്. ഒരു പക്ഷേ മാർപ്പാപ്പ അതിൽ തീരുമാനമെടുക്കുകയും എല്ലാ ലാറ്റിൻ സഭയിലെ കുർബാനയും അൾത്താർ അഭിമുഖമാക്കണമെന്ന് പറഞ്ഞാൽ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ഒരു സ്ഥിതി എന്താകും? അപ്പോൾ യഥാർത്ഥ കാരണം മാറി ഈ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിലേക്ക് ഈ കാരണം ഒതുങ്ങിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു സമാധാനമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള ഈ തർക്കം യഥാർത്ഥത്തിൽ സമന്വയത്തിലെത്തി എന്ന് പറയുമ്പോൾ വളരെ ആശ്വാസകരമാണ്.
ഈ ഒരു വിഷയം ലാറ്റിനൈസേഷൻ്റെ ഭാഗമല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സ്വയം ലാറ്റിനൈസേഷൻ്റെ ഭാഗമാണെന്ന് അഹങ്കരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഈ ഒരു വിഷയം ജനാഭിമുഖ കുർബാന മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെ ഞങ്ങൾ ചൊല്ലുന്നു, ഇത് ലാറ്റിനൈസറാണ്, ഇങ്ങനെ ആയാൽ മാത്രമേ യഥാർത്ഥ കുർബാനയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്ന പലരെയും പല പണ്ഡിതരെയും കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് വ്യർത്ഥമാണ്. കാരണം ലാറ്റിനൈസേഷൻ്റെ ഭാഗമേ അല്ല ജനാഭിമുഖ കുർബാന എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അത് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഭാഗമായി സഭയിൽ കടന്നു വന്ന വസ്തുത മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സുറിയാനി പാരമ്പര്യത്തെ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളൊരു പിടിവാശിയാണ് യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നത്. ആ പിടിവാശിക്ക് കാരണമായി സഹായകരമായി പല വിഷയങ്ങളും അതിന് പുറകെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നു, അതുമല്ലെങ്കിൽ സഭാവിരുദ്ധർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു പല ശക്തികളും മുതലെടുപ്പിന് ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇതിനുള്ളിൽ കടന്നു വരികയും ആകെ കലുഷിതമാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്തായാലും ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 5-6 വർഷങ്ങൾക്ക് ശേഷം ഇതൊരു തീരുമാനത്തിലെത്തി എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാണ്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അനേകം പിതാക്കന്മാരുടെ വിയർപ്പുണ്ട്. എങ്കിലും ഇതൊരു സമന്വയത്തിൽ എത്തി എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. ഇത് നടപ്പിലാക്കണമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. ലാറ്റിനൈസേഷൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയുമ്പോൾ ഇത് മനസ്സിലാക്കുക, ഇത് ലാറ്റിനൈസേഷൻ്റെ ഭാഗമായ വിഷയമേ അല്ല, മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാനയുടെ വിഷയമൊന്നും അല്ല ഇതിൽ വിഷയം. യഥാർത്ഥത്തിൽ ഇവരുടെ ഹൃദയങ്ങളിലിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പൈതൃകം ഒരു വ്യക്തിഗത സഭയാകുമ്പോൾ അതിലെ വ്യക്തമായും ഒരു ആരാധനക്രമമായിരിക്കണം, ഒരു ഭരണരീതി ആയിരിക്കണം, ഒരു ദൈവശാസ്ത്രമായിരിക്കണം. ഇതെല്ലാം സമന്വയിക്കപ്പെടണം. അപ്പോൾ ഇതാണ് ഒരു സഭയുടെ, സീറോ മലബാർ സഭയുടെ, പ്രത്യേകിച്ച് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കിഴക്കൻ സഭ, കത്തോലിക്ക സഭയിലെ 2ാമത്തെ ഏറ്റവും വലിയ റീത്താണ്. യുക്രൈൻ്റെ റീത്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളാണ്. അത്രയധികം ജനങ്ങൾ പാർക്കുന്ന വസിക്കുന്ന മാർ തോമസ് ലീഗയുടെ പാരമ്പര്യമുള്ള മേജർ എപ്പിസ്കോപ്പലായി ഉയർത്തപ്പെട്ട സീറോ മലബാർ സഭയിലെ ഈ ഒരു ഐക്യം വളരെ അത്യാവശ്യമാണ്. എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സമന്വയത്തിൻ്റെ പാതയിലൂടെ ചരിത്രത്തിലെ ഈ ഭൂതങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് വളരും തോറും പിളരും തോറും വളരുമെന്ന് പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ്സുകാരില്ല, മാർത്തോമ നസ്രാനികളുടെ സ്വഭാവമാണ്. ആ ഒരു നമ്മുടെ സഭകൾ എത്രയൊക്കെ പിളർന്നു പോയി കിടന്നറിയാമോ? വളരാൻ വേണ്ടി പിളർന്നതാണോ, പിളരാൻ വേണ്ടി വളർന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു അവസ്ഥ സഭയിൽ കടന്നു വരാതെ ഐക്യത്തിലായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു തീരുമാനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഐക്യത്തിൻ്റേതായൊരു ഭാഷ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.